സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇന്ന് പണിമുടക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. OP ബഹിഷ്കരിക്കുന്നതിനോടൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റു ചികിത്സാ നടപടികളും നടത്തില്ലെന്നാണ് തീരുമാനം. ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനാവശ്യമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക എന്നിവയാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനൊപ്പം OPയിലെ രോഗികൾക്ക് മാത്രമല്ല മറ്റ് അവശ്യ വൈദ്യ പരിശോധനയിലും പിഴവുകൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാരും അധികൃതരും ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. മാള അരവിന്ദന്റെ 11ാം ചരമവാർഷികം ഇന്ന്. മാളയിൽ അദ്ദേഹത്തിനായി നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സ്മാരകം ഇന്നും പ്രഖ്യാപനത്തിലൊതുങ്ങുന്നു. പരമൻ അന്നമനട ഫൗണ്ടേഷന്റെ 4ാമത് സർഗപ്രഭ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ പുരസ്കാര സമർപ്പണം നടത്തി. സർദാർ ഗോപാലകൃഷ്ണന്റെ 76ാം രക്തസാക്ഷിത്വ വാർഷികം ആചരിച്ചു. സർദാർ ദിനം ആചരിച്ചത് CPM, CPI എന്നീ ഇരു പാർട്ടികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മാള അരവിന്ദന്റെ 11ാം ചരമവാർഷികം ഇന്ന്. മാളയിൽ അദ്ദേഹത്തിനായി നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സ്മാരകം ഇന്നും പ്രഖ്യാപനത്തിലൊതുങ്ങുന്നു. സ്മാരകം നിർമ്മിക്കാൻ സ്ഥലമില്ലെന്ന വാദം ഉയർത്തുമ്പോഴും ഗ്രാമപഞ്ചായത്തിന് സമീപമുള്ള മാളക്കടവും വലിയ പറമ്പിലെയും സ്ഥലങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് മനഃപൂർവ്വമാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. മാള അരവിന്ദൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 11 വർഷം തികയുന്നു. എന്നാൽ ഇത്രയും വർഷം പിന്നിട്ടിട്ടും അദ്ദേഹത്തിനായി ഉചിതമായ ഒരു സ്മാരകം മാളയിൽ യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ്. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും മാള അരവിന്ദന്റെ വീട്ടിലേക്കുള്ള വടമ കിണർ റോഡിന് മാള അരവിന്ദൻ റോഡ് എന്ന പേര് നൽകണമെന്നും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAയ്ക്കും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കുമാണ് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് കത്ത് നൽകിയിരിക്കുന്നത്. സ്മാരക നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലവും കത്തിൽ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്മാരകത്തിന് സ്ഥലം ലഭ്യമായാൽ മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കുന്നതിനാവശ്യമായ തുക നൽകാമെന്ന് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നേരത്തെ ഉറപ്പു നൽകിയിരുന്നുവെന്നും ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം കണ്ടെത്തി കത്ത് നൽകിയതെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് അറിയിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ചെറുകിട ജലസേചന വകുപ്പിന് 1994 മോട്ടോർ ഷെഡ് നിർമ്മിക്കുന്നതിനായി സൗജന്യമായി ലഭിച്ച 5 സെന്റ് സ്ഥലമാണ് സ്മാരകത്തിനായി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാള അരവിന്ദൻ മരണമടഞ്ഞിട്ട് 11 വർഷം തികയുമ്പോഴും അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം മാളയിൽ ഉയർത്താൻ ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. മാള അരവിന്ദന്റെ വീട്ടിലേക്കുള്ള വടമ കിണർ റോഡിനോ മാള പഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോ അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്ന ആവശ്യവും അതിനാവശ്യമായ ചെലവ് ഫൗണ്ടേഷൻ വഹിക്കാമെന്ന ഉറപ്പും നൽകി കഴിഞ്ഞ 10 വർഷമായി ഫൗണ്ടേഷൻ കത്ത് നൽകി വരുന്നുണ്ടെങ്കിലും ഒരു ഭരണസമിതി തീരുമാനത്തിലൂടെ യാഥാർത്ഥ്യമാക്കാവുന്ന വിഷയത്തിൽ പോലും നടപടിയുണ്ടായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന് നാമകരണം ചെയ്ത മാള കുളത്തിന്റെ ഒരു വശത്ത് മാള അരവിന്ദൻ സായാഹ്ന പാർക്ക് എന്ന ബോർഡ് സ്ഥാപിച്ചതാണ് ഇതുവരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഏക നടപടി. ഈ ബോർഡ് സ്ഥാപിച്ച് മാള അരവിന്ദൻ സ്മാരക വിഷയം ഒതുക്കിയെന്ന ആരോപണത്തെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ വിവാദങ്ങളിലൂടെ അല്ല മാള അരവിന്ദന് സ്മാരകങ്ങൾ നിർമ്മിക്കേണ്ടതെന്നും പുതുതായി ചൂണ്ടിക്കാണിച്ച സ്ഥലം ഏറെ അനുയോജ്യമാണെന്നും ഇവിടെ തടസ്സവാദങ്ങൾ ഉയർത്താതെ MLA നൽകിയ വാക്ക് പാലിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്നുമാണ് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, മാള. പരമൻ അന്നമനട ഫൗണ്ടേഷന്റെ 4ാമത് സർഗപ്രഭ പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവും സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി. ഇന്നും മരിച്ചാലും മരിക്കാത്ത ഓർമ്മയായി വികാരമാണ് അന്നമനക്കാരുടെയും നമ്മളെല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ബഹുമാനേട്ടനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാട്ടിലെ സഹൃദരായ ഇത്തരത്തിലുള്ള ഒരു സമിതി രൂപീകരിച്ചു. കാലാകാലങ്ങളിൽ പ്രശസ്തരായ വ്യക്തികളെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ആദരവ്. അത് നിങ്ങൾ ആദരിച്ചവരൊക്കെ ബഹുമാനികളാണ്. കൃഷ്ണമൂർത്തി സ്വാമി ഉൾപ്പെടെ, ജയചന്ദ്രൻ ഉൾപ്പെടെ, നമ്മുടെ വിദ്യാർത്ഥി മാസ്റ്റർ ഉൾപ്പെടെ 3 തവണ ഈ ആദരവ് ദിനം നടത്തി. ഈ പ്രാവശ്യവും ആദരിക്കുന്നത് ആദരവിന് എല്ലാ തലത്തിലും അർഹരാണ്.
നമ്മുടെ കൈതപ്പുറത്തിന് നമുക്കറിയാം വളരെ ദീർഘമായി ഞാൻ സംസാരിക്കുന്നു. ഈ ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കണമെന്ന് അഭിമാനം. ഇന്ന് ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനമാണ്. ആ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ആവേശത്തോടുകൂടിയും ആത്മാഭിമാനത്തോടുകൂടിയും രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ സവിശേഷതയെക്കുറിച്ചും ആ ഭരണഘടന നിലനിൽക്കേണ്ട ആവശ്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ അധ്യക്ഷത വഹിച്ചു. സി രാവുണ്ണി, അന്നമനട ബാബുരാജ്, പി കെ കിട്ടൻ, വി വി ജയരാമൻ, പി ഡി ജോസ്, ഫാത്തിമ നിസാർ, വേലായുധൻ കണ്ണമ്പിള്ളി, ടി കെ സതീശൻ, അന്നമനട സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തിയിൽ സർദാർ ഗോപാലകൃഷ്ണന്റെ 76ാം രക്തസാക്ഷിത്വ വാർഷികം ആചരിച്ചു. CPM, CPI എന്നീ ഇരു പാർട്ടികളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സർദാർ ദിനം ആചരിച്ചത്. എടമുട്ടത്ത് നിന്ന് നൂറുകണക്കിന് പേർ അണിനിരന്ന പ്രകടനം പുളിച്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടാണ് പുനഃസംവിധാനം ചെയ്തത്. സർദാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഭരണഘടനയിൽ വ്യക്തമായ വ്യവസ്ഥകൾ ഉള്ള സന്ദർഭത്തിലാണ്, അത് പ്രാബല്യത്തിൽ വന്ന ദിവസമാണ് സർദാർ ഗോപാലകൃഷ്ണൻ്റെ ജീവൻ ഇല്ലാതാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശമാണ് ഏറ്റവും വലുതെന്ന് ഉദ്ഘോഷിച്ച ഭരണഘടന നിലവിൽ വരുന്ന ദിവസം കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുക, അതും ഭരണകൂടം. ഇതാണ് സർദാർ ഗോപാലകൃഷ്ണന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഒരു പ്രത്യേകത. സംഘാടക സമിതി ചെയർമാൻ PK ഷാജു അധ്യക്ഷനായി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ്, ET ടൈസൺ MLA, CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KA വിശ്വംഭരൻ, TS മധുസൂദനൻ, AV സതീഷ്, ഷീന വിശ്വൻ, TP രഘുനാഥ്, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, CB അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു. MU ഗിരിജ ചന്ദ്രാപിന്നി രചിച്ച പൂർണ്ണകായ പ്രതിമ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനം നടത്തി. ചന്ദ്രാപിന്നി കണ്ണം പുള്ളിപ്പുറം SN യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ അമ്പിളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ചന്ദ്രാപിന്നി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പുസ്തകം ഏറ്റുവാങ്ങി. എനിക്ക് കിട്ടിയ വലിയൊരു നാടകം അത് മാത്രമല്ല, എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് വലിയ ബോഡിയാണ് വായനശാലല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട് പോലെയാണത്. എൻ്റെ ഗ്രാമം ചന്ദ്രാപിന്നി കണ്ണപ്പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഞാൻ അതിന് പോരാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് മോനെ വിളിച്ചു. അച്ഛൻ ഞാൻ പറഞ്ഞിങ്ങനെ ഷൂട്ടിങ് രാവിലെ ചെല്ലും, അച്ഛൻ ഉറങ്ങുന്നില്ല, മോൻ പട്ടിക്കൊണ്ട് വരണപ്പോൾ അച്ഛൻ യൂബർ വിളിച്ചു പഠിക്കും. ഞാനിവിടെ വന്ന് തിരിച്ചു വരുന്നത് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ എനിക്ക് അച്ഛന് ഇപ്പം നാളെ ടീച്ചറിൽ ഒരു ദിവസം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ യൂബറിന് ചെയ്തപ്പോൾ ആദ്യം കാണിച്ച് കണ്ണാൻ പോകുന്നതാണ്. ചടങ്ങിൽ സതീഷ് കുമാർ വിശാഖപട്ടണം അധ്യക്ഷനായി. എഴുത്തുകാരി രേഖ മുരളീധരൻ പുസ്തക പരിചയം നടത്തി. SN യുവജന കലാസമിതി സെക്രട്ടറി PC രവി, സമസ്യ പബ്ലിക്കേഷൻസ് MD സുനിത, പ്രണവ് തലാശ്ശേരി, നവമി പ്രസാദ്, സ്ലസിൻ ദിനേശ്, VV സുവീഷ്, നവാബ് കോവിലകത്ത്, രാമനാഥൻ കൊല്ലാറ, സന്തോഷ് കൊല്ലാറ, ആനന്ദബാബു പൊനത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രായം വെറും അക്കങ്ങളാണെന്നും വാർദ്ധക്യം പഠനത്തിനൊരു തടസ്സമല്ലെന്നും തെളിയിക്കുകയാണ് ചന്ദ്രിക. ചാലക്കുടി ഹൗസിംഗ് ബോർഡ് കോളനിയിലെ കോരങ്ങത്ത് വീട്ടിൽ ചന്ദ്രിക ദേവരാജ് സാക്ഷരതാ മികവോത്സവ പരീക്ഷ എഴുതി കഴിഞ്ഞു. 10ാം ക്ലാസ് പാസ്സാകണമെന്നാണ് ചന്ദ്രികയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ചെറുപ്രായത്തിൽ മുടങ്ങിപ്പോയ പഠനം 78ാമത്തെ വയസ്സിൽ തിരിച്ചുപിടിക്കാനൊരുങ്ങുകയാണ് ചാലക്കുടി ഹൗസിംഗ് ബോർഡ് കോളനിയിലെ കോരങ്ങത്ത് വീട്ടിൽ ചന്ദ്രിക ദേവരാജ്. സാക്ഷരതാ മികവോത്സവ പരീക്ഷയിൽ കൈവിറയ്ക്കാതെയും ആത്മവിശ്വാസത്തോടെയും ചന്ദ്രിക ഉത്തരങ്ങൾ എഴുതി. പരീക്ഷ പാസ്സാകുന്നതോടെ ചന്ദ്രികയ്ക്ക് 4ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കും. ജീവിത സാഹചര്യങ്ങളും പ്രാരാബ്ധങ്ങളും പഠനത്തിന് തടസ്സമായ കാലത്തോട് പകരം വീട്ടുകയാണിവർ.
അച്ഛനെ കണ്ട ഓർമ്മയില്ല. അമ്മ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു. 4 സഹോദരങ്ങൾക്കൊപ്പം ബന്ധുക്കളുടെ സംരക്ഷണത്തിലായി പിന്നീട്. അതോടെ ഇവരുടെ പഠനം മുടങ്ങി. ആശാട്ടിയുടെ ശിക്ഷണത്തിൽ ചെറുപ്പകാലത്ത് അഭ്യസിച്ച അക്ഷരങ്ങളൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല. പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജീവിത സാഹചര്യങ്ങൾ വില്ലനായി. സമപ്രായക്കാർ സ്കൂളിലേക്ക് പോകുമ്പോൾ അടുക്കളപ്പണിയും മറ്റുമായി ഒതുങ്ങേണ്ടി വന്നു ചന്ദ്രികയ്ക്ക്. വലുതായപ്പോൾ ബന്ധുവിന്റെ സഹായത്തോടെ ജോലി തേടി ബോംബെയിലെത്തി. ഭർത്താവിന്റെ വേർപാടിനു മുന്നിൽ പകച്ചു നിൽക്കാതെ മകനും മകൾക്കുമായി രാപ്പകലില്ലാതെ ജോലി ചെയ്തു. മകളെ വിവാഹം കഴിപ്പിച്ചു. ഇതിനിടെയുണ്ടായ മകന്റെ ആകസ്മികമായ മരണം ഇവരെ തളർത്തി. തുടർന്നാണ് മകളുടെ നിർദ്ദേശപ്രകാരം നാട്ടിലെത്തി ഹൗസിംഗ് ബോർഡ് കോളനിയിലെ വാടക വീട്ടിൽ താമസമാക്കിയത്. ഇതിനിടെയാണ് പ്രേരകായ ബിന്ദുവുമായി പരിചയപ്പെടുന്നത്. പഠിക്കാനാകാത്തതിലുള്ള വിഷമം പങ്കുവച്ചതോടെ ചന്ദ്രികയ്ക്ക് പ്രോത്സാഹനമായി പ്രേരകും ഒപ്പം കൂടി. 10ാം ക്ലാസ് പാസ്സാകണമെന്നാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ആരോഗ്യം അനുവദിച്ചാൽ തുടർ പഠനവും ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് ചന്ദ്രിക പറയുന്നു. മീഡിയ ടൈം, ചാലക്കുടി. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയും സിറ്റിസൺ ഇന്ത്യ ഫോറവും സംയുക്തമായി വയോജനക്ഷേമ വർഷ പ്രഖ്യാപനവും ആയുഷ്മാൻ വന്ദ വയോജന കാർഡ് വിതരണവും നടത്തി. പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ ആദ്യമായിട്ട് നേരുകയാണ്. ദീർഘമായൊരു പ്രസംഗത്തിന് ഇന്നിവിടെ ഒരുപാട് വൈകി. ഇന്ന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് സിറ്റിസൺ ഇന്ത്യ ഫോറവും ഏകലവ്യ കലാകായിക സമിതിയും സംയുക്തമായിട്ട് നിരവധി പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ അഭിമാന താരങ്ങളായിട്ടുള്ള കുട്ടികൾക്കുള്ള ആദരവ്, അതുപോലെ തന്നെ 10 വയോജനങ്ങൾക്ക്. സിറ്റിസൺ ഇന്ത്യ ഫോറം രക്ഷാധികാരി PJ ആന്റണി അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. Y ഔസേപ്പച്ചൻ, TG അജോ, PG മോഹനൻ, KL ജോസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള അരവിന്ദന്റെ 11ാം ചരമവാർഷികം ഇന്ന്. മാളയിൽ അദ്ദേഹത്തിനായി നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സ്മാരകം ഇന്നും പ്രഖ്യാപനത്തിലൊതുങ്ങുന്നു. പരമൻ അന്നമനട ഫൗണ്ടേഷന്റെ 4ാമത് സർഗപ്രഭ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ പുരസ്കാര സമർപ്പണം നടത്തി. സർദാർ ഗോപാലകൃഷ്ണന്റെ 76ാം രക്തസാക്ഷിത്വ വാർഷികം ആചരിച്ചു. സർദാർ ദിനം ആചരിച്ചത് CPM, CPI എന്നീ ഇരു പാർട്ടികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.